ഓക്കെ, ശരിയായോ മക്കളെ? ക്ലിയർ ആയില്ലേ? അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ? ഓക്കെ, ഗുഡ്. എല്ലാവരും യെസ്. ദെൻ ടേക്ക് യുവർ ബുക്സ്, പേജ് നമ്പർ 123. നിങ്ങളുടെ ബുക്കിൽ അത് തന്നെയാണോ? ചിലപ്പോൾ പേജ് നമ്പർ കുറച്ച് മാറ്റം ഉണ്ടാകും. 123. ഹന്ന വർഗീസ്, ready? Okay. Animals and plants depend on each other. Next portion is animals and plants depend on each other. Okay. Though animals and plants are different from each other, they depend on other to live. ഓക്കെ, ഇവിടെ പറയുന്നു പ്ലാന്റ്സും ആനിമൽസും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റും? എന്ന് പറഞ്ഞേ, വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ അവർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? ആർക്കാ ഒന്ന് പറയാൻ പറ്റും? നമ്മൾ ഇത്രയും പഠിച്ചതല്ലേ. ആർക്കാ പറയാൻ പറ്റുന്നേ? ആരാ പറയുന്നത്? ആരാ നല്ല മിടുക്കം കുട്ടിരുന്ന് നോക്കട്ടെ. നല്ല ചായ ഒക്കെ കുടിച്ച് ഉഷാറെ സ്മാർട്ടായിട്ടിരിക്കുന്ന മക്കളല്ലേ. ആരാ പറയുന്നത്? അനിഹ മോഹൻ ബുക്ക് എടുത്ത് വായിക്കുന്നുണ്ട്. കിട്ടിയോ വല്ലതും? അനിഹ, ഉത്തരം കിട്ടിയോ? വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ? പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകൾ, ഡിഫറൻസ് പറയാമോ? പഠിച്ചല്ലേ? ആനിമൽസ് ക്യാൻ മൂവ്, പ്ലാന്റ്സ് ക്യാൻ മൂവ്. പറ്റുമോ? ഇല്ല, പ്ലാന്റ്സ് കനോട്ട് മൂവ്. ദെൻ പിന്നെന്താ? ടീച്ചർ ഒന്നും പറഞ്ഞു തരുന്നില്ല മക്കൾക്ക്. ടീച്ചർ പറഞ്ഞു തരുന്ന ഒന്നും ഓർമ്മയില്ല അല്ലേ? ആനിമൽസ് ഹാവ് lungs to breathe. Aniha Mohan, listen here. Okay, lungs to breathe. അതാരാ പറഞ്ഞ? ഹന്ന വർഗീസ് റെഡി ആയിട്ടുണ്ട്. നല്ല മോളാന്ന് തോന്നുന്നല്ലോ. അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഹ്യൂമൻസ് റീപ്രൊഡ്യൂസ്. ഓക്കെ, പ്ലാന്റ്സും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? സീഡ്സ് ഇല്ലേ? യെസ്. എന്നാലും മോൾ ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം കേട്ടോ. ദെൻ പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ജുവൽ മരിയ ജോമോൻ എന്തോ പറയാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ടല്ലോ, ഒന്ന് വേഗം പറഞ്ഞേ. ജുവൽ മരിയ, can you say the answer? ജുവൽ മരിയ അൺമ്യൂട്ട് ചെയ്യാനായില്ലേ? പറയാൻ പറ്റുമോ? എന്തോ പേജ് നമ്പർ അല്ല, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാ. ക്യാൻ യു സേ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ അവർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്? Animals walk. Oh, animals walk. Good. Then Plants cannot walk. plants cannot walk. Okay. Then okay. Animals have babies. Animals have babies. Okay. Then plants have their little ones also. അല്ലേ? Okay, good. മോൾ അത്രയും പറഞ്ഞല്ലോ. നോക്കാം, നെക്സ്റ്റ് പോർഷൻ. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. Animals and plants depend on each other. Though animals and plants are different from each other, they depend on each other to live. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് നോക്കിയാൽ തന്നെ, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാമല്ലോ. Who is that? മിസ്സേ, എത്രാമത്തെ പേജ്? പേജ് പറയാം.
ടീച്ചറുടെ ബുക്കിലെ പേജും മക്കളുടെ ബുക്കിലെ പേജും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ടീച്ചറുടെ ബുക്കിൽ 123 ആണ്. 123 ആണ് ടീച്ചറിന്റെ. നിങ്ങളുടെ പേജ് നമ്പർ എത്രയാണ്? ആൻഷി കൈപ്പൊക്കെയാണ്. എന്തുണ്ടാ മോളെ? ആൻഷി അൺമ്യൂട്ട് ചെയ്തേ. എന്താ മോളെ പറയാൻ വന്നേ? ഒന്നുമില്ല. ഓക്കെ ദെൻ. അപ്പോൾ ആനിമൽസും പ്ലാന്റ്സും ദേ ഹാവ് ദെയർ ഓൺ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ബട്ട് ദേ ഡിപ്പെൻഡ് അപ്പോൺ ഈച്ച് അതർ ടു ലീവ്. അതായത് ആനിമൽസ്, മൃഗങ്ങൾക്ക് സ്വയമായി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ പ്ലാന്റ്സിനെ ആശ്രയിക്കും. എന്നാൽ ഈ പ്ലാന്റ്സ് എന്തിനാ ആനിമൽസിനെ ആശ്രയിക്കുന്നത്? ടീച്ചർ നേരത്തെ ഒരു പേരമരത്തിന്റെ കഥ പറഞ്ഞില്ലേ? പേരക്കയുടെ കാര്യം പറഞ്ഞു തന്നില്ലേ? പേരക്കയുടെ കാര്യം പറഞ്ഞില്ലേ? ആ പേരക്കയുടെ വിത്തുകൾ മുഴുവനും അതിന്റെ ചുവട്ടിൽ തന്നെ, മരത്തിന്റെ ചുവട്ടിൽ തന്നെ വീഴുകയാണ്, മദർ പ്ലാന്റിന്റെ കീഴെ തന്നെ വീഴുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് വളരാനാവാത്തൊരവസ്ഥ വരും. തിങ്ങി നിറഞ്ഞ് വളരും. പക്ഷെ അതിനെ ദൂരെ കൊണ്ടുപോയിടണം. അപ്പൊ ദൂരെ കൊണ്ടുപോയിടണമെങ്കിൽ പ്ലാന്റ്സിന് ആരുടെ സഹായം വേണം? പ്ലാന്റ്സിന് ആനിമൽസിന്റെ, ബേർഡ്സിന്റെ ഒക്കെ സഹായം വേണം, അല്ലേ? If there are just enough plants, just enough plant-eating animal and just enough fresh-eating animals in the world, there is a balance in nature. എപ്പോഴാണ് നമ്മുടെ പ്രകൃതിയിൽ ഒരു ബാലൻസ് വരുന്നത്? അതായത് പ്രകൃതിയിലെ സന്തുലനാവസ്ഥ വരുന്നത് എപ്പോഴാണ്? എല്ലാം അതിൻ്റെതായ ഓർഡറിലൂടെ, ക്രമത്തിലൂടെ പോകുമ്പോഴാണ് ഹന്ന വെയിറ്റ്, ഓക്കെ, ക്രമത്തിലൂടെ പോകുമ്പോഴാണ് അതിന് പ്രകൃതിക്ക് ഒരു ബാലൻസ് വരുന്നത്. ഏതെങ്കിലും ഒരു പോർഷൻ, ഏതെങ്കിലും ഒരു ഭാഗം കുറച്ച് ഉയരുകയോ കുറച്ച് താഴുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ ബാലൻസ് നശിച്ചു പോകും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഈ ഭൂമിയിൽ ചെടികൾ മാത്രം നിറഞ്ഞൊരു കാലം, ജീവികൾ ആരും ഇല്ലാത്തൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സ്ഥലത്ത് നമ്മുടെ ടൈഗേഴ്സ് കുറേ അങ്ങ് വളർന്നു. എന്നാൽ ടൈഗറിന് അതിൻ്റെ കഴിക്കുന്ന ഭക്ഷണമായ മാനുകൾ തീരെ അങ്ങ് ഇല്ലാണ്ടായി. എന്ത് പറ്റും? അതുപോലെ നമ്മൾ നോക്കുക, ചില സമയത്തിൽ ഇൻസെക്റ്റുകൾ മാത്രം അങ്ങ് വളർന്നു, ഒരുപാട് അങ്ങ് വളർന്നു. ഇൻസെക്റ്റുകൾ നമുക്ക് ശരിക്കും പ്രകൃതിയിൽ ആവശ്യമുണ്ട്. ടീച്ചർ പറഞ്ഞു തരാം എന്തിനാണെന്ന്. അവർ മാത്രം വളർന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ഇൻസെക്റ്റുകൾ പല തരത്തിലുണ്ട്. അവർ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം അങ്ങ് ഒറ്റയടിക്ക് തീർക്കും, അല്ലേ? പിന്നെ പ്ലാന്റ്സ് ഉണ്ടാവില്ല ജീവിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ ഇവിടെ നോക്കിക്കേ, ടൈഗർ മാത്രം അങ്ങ് വളർന്നു. ഒരു കാട്ടിൽ ടൈഗർ മാത്രം അങ്ങ് നിറഞ്ഞു കാട്ടിൽ. അപ്പോൾ പിന്നെ ചെറിയ ചെറിയ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അവർ വേഗം, ഈ ടൈഗേഴ്സ് അവരെല്ലാം വേഗം പിടിച്ചു തിന്ന് തീർക്കുകയല്ലേ, അല്ലേ? അപ്പം അങ്ങനെ എല്ലാ തരത്തിലും പിന്നെ മൃഗങ്ങളും പക്ഷികളായാലും പ്ലാന്റ്സ് ആയാലും എല്ലാവരും തമ്മിലൊരു ബാലൻസ് ആവശ്യമാണ്. സോ animals and plants depend on each other. Animals and plants are depend on each other. When we cut down too many trees without planting new ones, then also this balance is disturbed. കണ്ടോ അലൻ തോമസേ? ടീച്ചറെ ഫേസ് ചെയ്തിരുന്നേ? അലൻ ടീച്ചറെ ഫേസ് ചെയ്തിട്ടിരുന്നേ? ഓക്കെ, ഗുഡ്. അപ്പോൾ പ്രകൃതിയിൽ നമ്മൾക്ക് ഒരു ബാലൻസ് ആവശ്യമുണ്ട്. നമ്മൾ കണ്ടില്ലേ, നമ്മളുടെ വിവേകമില്ലാതെ മരങ്ങളെല്ലാം മുറിച്ചാൽ, മനുഷ്യന്മാര് പൈസയ്ക്ക് മാത്രം ചിന്തിച്ച് വെച്ചിട്ട് നമ്മുടെ പ്രകൃതിയിലെ മരങ്ങളെ എല്ലാം മുറിച്ച് കളഞ്ഞാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് മഴ കിട്ടുമോ? ഫോറസ്റ്റ് പോയാൽ അവിടുത്തെ മൃഗങ്ങളൊക്കെ എവിടെ പോയി ജീവിക്കും? അവിടുത്തെ മൃഗങ്ങളൊക്കെ വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും നമ്മുടെ പ്രദേശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് അവരുടെ കാട്ടിൽ ജീവിക്കാൻ ആവശ്യമായ വസ്തുവകൾ ഇല്ലാതെ വരുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വരും, മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളാണ് ശരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതല്ലേ? നമ്മൾ വിവേകമില്ലാതെ മരങ്ങളൊക്കെ മുറിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ വരുന്നേ. കൂടാതെ മണ്ണൊലിപ്പ് വരും. മക്കളെ, നമ്മൾ വലിയ ഹില്ലി ഏരിയയിൽ നിറച്ചും കാട് നിറഞ്ഞ ആ മരങ്ങൾ തിങ്ങി നിറഞ്ഞ മരത്തെ, ഒരു ഹില്ലി ഏരിയ, ഒരു എന്താ പറയണ്ട, കുന്നിനെ നമ്മൾ അവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ചു വിട്ടു. എന്നിട്ട് കുറേ ഭാഗം നമ്മൾ എന്ത് ചെയ്തു? മണ്ണ് കടത്തി കൊണ്ടുപോയി വേറെ സ്ഥലത്തൊക്കെ കൊണ്ടിട്ടു. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത മഴ വരുമ്പം മണ്ണെല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ട് വീഴും, അല്ലേ?
ശരിക്കും പറഞ്ഞാൽ ഈ ട്രീസിൻ്റെ റൂട്ട്സ് ആണ് മുകളിലുള്ള മണ്ണ് താഴെ വീഴാതെ മണ്ണിനെ ഹോൾഡ് ചെയ്യുന്നത്. നമ്മുടെ ട്രീസിൻ്റെ റൂട്ട്സ് ആണ്. മക്കൾ പ്രകൃതിയിലോട്ട് ഇറങ്ങുമ്പോൾ നോക്കാൻ കാണാം, ഈ പല മരങ്ങളുടെയും വേരുകൾ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോയിട്ട് അത് മണ്ണിനെ പിടിച്ചു നിർത്തിയേക്കുന്നത്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് പിടിച്ചു നിർത്തുന്ന പോലെ തന്നെ അവരുടെ മരങ്ങളുടെ വേരുകൾ ഇങ്ങനെ പോയിട്ട് മണ്ണിനെ പിടിച്ചു നിർത്തിയേക്കുന്നത് കാണാം. ഈ മരങ്ങളില്ലാതെ വരുമ്പോൾ ശക്തിയായിട്ട് മഴത്തുള്ളി വന്ന് ഭൂമിയിലോട്ട് വീണും ചെറിയ ചെറിയ ചെടികളെല്ലാം പോയിട്ട് അവിടെയും ബെയർ ലാൻഡായി, അതായത് ഒന്നുമില്ലാത്ത അവസാനം പിന്നെ അത് ഡിസേർട്ട് പോലായി മാറും. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് വെള്ളം കിട്ടാണ്ടാകും അല്ലേ? വെള്ളം ഒന്നുമില്ലാത്ത അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. അപ്പോൾ പ്രകൃതിയിൽ എല്ലാം മനുഷ്യനും മൃഗങ്ങളും ട്രീസും എല്ലാവരും തമ്മിലൊരു ബാലൻസ് ആവശ്യമാണ്. ഭൂമിയിലെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു ബാലൻസ് ആവശ്യമാണ്. സോ വി ഷുഡ് പ്രൊട്ടക്ട് ആനിമൽസ് ലൈക്ക് ടൈഗർ. വി ഷുഡ് ഓൾസോ ഗ്രോ മോർ ട്രീസ്. നമ്മൾ ടൈഗർ പ്രൊജക്ട്, നമുക്ക് അതിനുള്ള പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതായത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാനും വേണ്ടി ഗവൺമെൻറ് പല രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ട്രീസ് വനമഹോത്സവം എന്ന പ്രോഗ്രാമിലൂടെയൊക്കെ പുതിയ ട്രീസുകൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം നടത്തുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ സഹകരിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിവേകമില്ലാതെ പെരുമാറുകയാണെങ്കിൽ നമ്മളുടെ ഭൂമിയിലെ ജീവിതം നിലനിന്ന് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. വെള്ളപ്പൊക്കവും വരും, വെള്ളമില്ലാത്ത അവസ്ഥ വരും, ശക്തമായ കാറ്റ് വരും. അങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മൾക്ക് പ്രകൃതിയിലെ ബാലൻസ് നശിച്ചാൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി നമ്മളുടെ ഈ പാഠം കഴിയാനായിട്ടുണ്ട്. ഈ പാഠം കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് വർക്കായിട്ട് അത് ടീച്ചർ രാവിലെ ചെറിയൊരു വർഷം തന്നിരുന്നല്ലോ. ഈ ആഫ്റ്റർനൂൺ സെക്ഷനിലെ ക്ലാസ് വർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റീഡ് ആൻഡ് ആൻസറിൽ ടിക്ക് ദ കറക്റ്റ് ആൻസർ അത് ചെയ്യണം. ആരുടെ ഹെൽപ്പ് വേണ്ട, മക്കൾ തന്നെ ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലായല്ലോ? ആരുടെ ഹെൽപ്പ് വേണ്ട, തന്നെ ചെയ്യാം. ടീച്ചർ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. നോക്കാം. ദീസ് ആനിമൽസ് ഈറ്റ് അതർ ആനിമൽസ്. These animals eat other animals. That means ഈ മൃഗങ്ങൾ മറ്റുള്ള മൃഗങ്ങളെയാണ് തിന്നുന്നത്. ആരൊക്കെയാണ്? ലയനും ടൈഗറും ഫസ്റ്റ് ഗ്രൂപ്പില്, സെക്കൻഡ് ഗ്രൂപ്പിലെ കൗസും ബഫലോസും, തേർഡ് ഗ്രൂപ്പിലെ ലയൺസ് ആൻഡ് കൗസ്. നിങ്ങൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? പറയല്ല, ആരും ഉത്തരം പറയണ്ട. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ കണ്ടുവെക്കുക. എന്നിട്ട് അത് ശരിയായി അറ്റൻഡ് ചെയ്ത് ടീച്ചർക്ക് അയച്ചു തന്നാൽ മതി. First one, these animals eat other animals. First one, lions and tigers. B, cows and buffaloes. Lions and cows. ഇപ്പൊ തന്നെ പല മിടുക്കന്മാരും ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ടല്ലേ? സിനാനെ എന്താ മൊബൈലിൽ എടുത്ത് കാണിക്കുന്ന, കൈ കൊണ്ട് മറച്ചു വെക്കുന്നേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Molds and mushrooms are green plants, non-green plants, green animals. മോൾസും മഷ്റൂംസും പറഞ്ഞാൽ നമ്മുടെ കൂണും പായലും ഒക്കെ പോലുള്ള സാധനങ്ങൾ. ഓക്കെ, മോൾസ് ആൻഡ് മഷ്റൂംസ് ആർ ഗ്രീൻ പ്ലാന്റ്സ് ആണോ? കൂണ് നമ്മൾ കറി വെച്ച് കൂടുന്ന മഷ്റൂം കണ്ടില്ലേ? അത് ഗ്രീൻ പ്ലാന്റ് ആണോ, നോൺ ഗ്രീൻ പ്ലാന്റ് ആണോ, ഗ്രീൻ ആനിമൽ ആണോ? ഗ്രീൻ ആനിമൽ ആണോ? ആൻസർ സെലക്ട് ചെയ്തിട്ട് എഴുതുക. പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ ടൈനി പോർസ് ഓൺ ദർ ഫ്ലവേഴ്സ്, റൂട്ട്സ്, ലീവ്സ്. നമ്മൾ പറഞ്ഞു ആനിമൽസ് ഹാവ് ലങ്സ് ടു ബ്രീത്ത് അല്ലേ? ഹ്യൂമൻ ബീങ്സ് ഓൾസോ ഹാവ് ലങ്സ് ടു ബ്രീത്ത്. ജസ്റ്റ് ലൈക്ക് പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ ടൈനി പോർസ് ഓൺ ദർ. എവിടെയാണ് ആ ചെറിയ അവർ ശ്വസിക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ പ്ലാന്റ്സ്? ഫ്ലവേഴ്സിലൂടെയാണോ, റൂട്ട്സിലൂടെയാണോ, അതോ ലീവ്സിലൂടെയാണോ? ഓക്കെ, മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദീസ് ആനിമൽസ് ലേ എഗ്സ്. മുട്ടയിടുന്ന ആനിമൽ ആരൊക്കെയാണ്? ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സ്. മുട്ടയിടുവാണോ ചെയ്യുന്നത് ഹോഴ്സസും ടൈഗേഴ്സും? ആണോ അലൻ തോമസേ? സ്നേക്സ് ആൻഡ് ബേർഡ്സ്. ഗുഡ്. സ്നേക്സ് ആൻഡ് ബേർഡ്സ്. പാമ്പും പക്ഷികളും. സ്നേക്സ് ആൻഡ് ബേർഡ്സ്. ദെൻ
cats and cows. Cats and cows. These animals lay egg. Horse and tigers, snakes and birds, cats and cows. നമ്മളുടെ സമയം തീരാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ ഈ പാഠം കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുകൊണ്ട് പഠിക്കണം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ആരാണ്? ഫാത്തിമ മെഹ്റീൻ. വെയിറ്റ് അൺമ്യൂട്ട് ചെയ്യാം. മോൾ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട്. ഓക്കെ, മോൾ അൺമ്യൂട്ട് ചെയ്തേ മൊബൈലിൽ നിന്ന്. ആവുന്നില്ലേ? മൂന്നാമത്തെ പറഞ്ഞുതരോ? മൂന്നാമത്തേതോ? തേർഡ് വൺ. ദാറ്റ് ഈസ് പ്ലാന്റ്സ് ബ്രീത്ത് ശ്വസിക്കുന്നത്. പ്ലാന്റ്സ് ചെടികൾ ശ്വസിക്കുന്നത്. പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ ടൈനി പോസ് ഇൻ ദർ. ആ പോസ്, അതായത് ചെറിയ ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഹോൾസ് എവിടെയാണ് ഉള്ളതെന്ന്. അത് ഫ്ലവേഴ്സിലാണോ, റൂട്ട്സിലാണോ, ലീവ്സിലാണോ ആ ചെറിയ ഹോൾസ് ഉള്ളത്? അടുത്ത ആരാ? ഹന്ന വർഗീസ്. ഓക്കെ, വെയിറ്റ് 1 minute, 1 second. ഓക്കെ ഹന്ന. മിസ്സേ, പാടത്തിന്റെ ഫോട്ടോ കാണിച്ചു തരോ? പാടത്തിന്റെ നമ്മുടെ രണ്ടാമത്തെ പാടാ മോളെ. ഫോട്ടോ കാണിച്ചു തരാം. കണ്ടോ? കണ്ടു. അതിലെ ലാസ്റ്റ് പോർഷൻ. ഓക്കെ, ദെൻ ഇനി ഏതാരാണ്? അമന്ന സുരേഷ്. വൺ സെക്. അമന്ന. ഓക്കെ, പാഠത്തിന്റെ ആദ്യത്തെ ഗെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ ചെയ്യണ്ടേ? പാഠത്തിന്റെ ആദ്യത്തെ ചെക്ക് പോയിന്റാ? അത് ടീച്ചർ പറഞ്ഞായിരുന്നല്ലോ ചെയ്യാൻ. ഗെറ്റ് സ്റ്റാർട്ടഡ്. 1 second. ഓക്കെ, നമ്മുടെ അൺസ്ക്രാബിൾ ദ ലെറ്റേഴ്സ് അല്ലേ? ചെയ്യണം കേട്ടാ, അത് ചെയ്യണം. യെസ്, അത് ഏതാണോ? അൺസ്ക്രാബിൾ ദ മോളെ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്നുള്ളതിന്റെ തുടങ്ങുന്നിടത്ത് തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണുന്നില്ലേ? ഗെറ്റ് സ്റ്റാർട്ടഡ്. അത് തന്നെയാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. Okay, then any doubt? No. ഇപ്പൊ തന്നെ ചെയ്യാണോ? ചെയ്തോ, ടീച്ചർ കഴിച്ചു തന്നാ മതി. എന്തുട്ടാ ഹിബ ഫാത്തിമയ്ക്ക് പറ്റിപ്പോയേ? ഓക്കെ,